Hi all, today I'm going to talk about the topic defense mechanism. So to begin with, what does defense mechanism mean? So defense mechanism are the ways of dealing with anxiety through unconsciously distorting one's perception of reality. So നമുക്കറിയാം ഫ്രൂയിഡിന്റെ തിയറി വെച്ചിട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഡ്, സൂപ്പർ ഈഗോ, ഈഗോ. സോ ഇതിന്റെ ആ ഒരു ഡ്രൈവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റിയുമായി ഡീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ആക്ച്വലി ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു റിയാലിറ്റീനെ അവർ പെർസീവ് ചെയ്യുന്ന ആ ഒരു രീതിനെ എന്തായാലും ഓൾട്ടർ ചെയ്തിട്ട് ആ ഒരു ആങ്സൈറ്റി ഡീൽ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വേ ആയിട്ട് ഉള്ള ഈ ടൂൾസിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 7 ഡിഫൻസ് മെക്കാനിസംസ് ആണ്. സോ first we have projection. So in projection, others are seen responsible for one's own shortcomings, mistake, misdeed, unacceptable impulses, thoughts and desires. So നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സിന് റെസ്പോൺസിബിൾ ബാക്കിയുള്ളവരാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ റെസ്പോൺസിബിൾ ആയി കാണുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡന്റ് എക്സാമിന് ഫെയിൽ ആകുന്നത്, മേ ബി ആ ഒരു സ്റ്റുഡന്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കാം ഫെയിൽ ആവുന്നത്. ബട്ട് അതിനെ റെസ്പോൺസിബിൾ ആയി കാണുന്നത് ആ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നോ ടീച്ചറിന്റെ ബിഹേവിയർ നല്ലതല്ല എന്നോ. സോ അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ then we have reaction formation. So in reaction formation, a person outwardly opposes something that they inwardly desire. അവർ ഇൻവേർഡ്ലി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവർ ഔട്ട്വേർഡ്ലി ഒപ്പോസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഹോമോസെക്ഷുവാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. സോ ആ ഒരാള് ഔട്ട്വേർഡ്ലി എല്ലാവരോടും ഹോമോസെക്ഷുവാലിറ്റിനെ എതിർത്ത് നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും എന്തൊരു ഒപ്പീനിയൻസ് പറയുന്നത്, സജഷൻസ് പറയുന്നത്. ഓക്കെ, സോ അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. Then we have regression. So regression refers to going back to a time when the world felt like a safer place. സോ ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് ആ ഒരു ടൈം ലൈക്ക് കുറച്ചുകൂടെ സേഫർ ആയിരിക്കുന്ന ഒരു സമയത്തേക്ക് മെന്റലി പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് ചൈൽഡ് ഉണ്ടായതിനു ശേഷം ആ എൽഡർ ചൈൽഡ് കുറച്ച് ചിലപ്പോൾ ബെഡ് വെറ്റ് ചെയ്യുന്നതോ അതൊക്കെ ആ ഒരു പേരൻസിന്റെ അറ്റൻഷൻ, ആ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് പേരൻസിന്റെ അറ്റൻഷൻ കുറച്ചുകൂടെ സേഫർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. സോ പുതിയ കുഞ്ഞ് വരുമ്പോൾ ആ ഒരു പഴയ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന തോന്നൽ കൊണ്ടായിരിക്കാം ബെഡ് വെറ്റ് ചെയ്ത് ആ ഒരു പേരൻസിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്. സോ അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നൗ വി ഹാവ് repression. So repression, which means to push the painful thoughts out of consciousness. So ഇത് സിംപ്ലി പറഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ടു തിങ്ക് അബൌട്ട് സംതിങ് എൽസ്, നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ള തോട്ട്സിനെ നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്ന് മാറ്റുന്നത്, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. Then we have denial. So denial, it is basically not accepting the truth or lying to the self. നമ്മൾ റിയാലിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഡിനൈ ചെയ്യുന്നതിനെയാണ് ആ ഒരു മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഒക്കെ നടക്കുന്ന സമയത്തോ അപ്പം സ്വന്തമായി തന്നെ അങ്ങ് വിശ്വസിക്കുക, ഇല്ല ഇതെനിക്ക് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇത് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഇതെനിക്ക് സംഭവിക്കില്ല എന്ന് അങ്ങ് ആ ഒരു ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യാതെ ഡിനൈ ചെയ്യുന്നതിനാണ് ഡിനയൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we have displacement. So displacement എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ യൂഷ്വലി ഡേ ടു ഡേ ലൈഫിൽ കാണുന്നൊരു കാര്യമായിരിക്കാം മിക്കവരും. സോ നമ്മൾ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറയത്തില്ലേ, സോ അതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വേറൊരാളോടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും, അത് നമ്മൾ കുറച്ചുകൂടി സേഫർ ടാർഗറ്റ്സിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് ഔട്ട് ഫ്രസ്ട്രേഷൻ ടു എ സേഫർ ടാർഗറ്റ്. എ പേഴ്സൺ ഹു ഇസ് ആംഗ്രി അറ്റ് എ ബോസ് മേ ടേക്ക് ഔട്ട് ദെയർ ഫ്രസ്ട്രേഷൻ അറ്റ് അതേഴ്സ്, ലൈക്ക് വൈഫിനോടോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒക്കെ ആ ഒരു ഇപ്പൊ ബോസിനോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ, ബോസ് എന്തെങ്കിലും ഒരു പ്രഷർ തരുന്നതുകൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. അപ്പം അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിലത് റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് അത് കാണിക്കുന്നത്. സോ അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു വേറൊരു സോഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനെ കുറച്ചുകൂടി സേഫർ ടാർഗറ്റ്സിലേക്ക് റിവേർട്ട് ചെയ്ത് വിടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് സബ്ലിമേഷൻ. സോ ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോമിംഗ് അൺഅക്സെപ്റ്റബിൾ ഏർജസ് ടു മോർ സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയേഴ്സ്. സോ ഫോർ എക്സാമ്പിൾ, ഒരു ടീനേജർ വളരെ സെക്ഷൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവര് മൂവീസ് ഇപ്പം എന്തെങ്കിലും അങ്ങനെ ആ ഒരു ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മൂവീസിൽ അഭിനയിക്കുക. സോ നമ്മളുടെ ആ ഒരു സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനെയാണ് സബ്ലിമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു.